ഹായ് ഫ്രണ്ട്സ്, ഓണസദ്യയിലെ മറ്റൊരു പ്രധാന വിഭവമായ കാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു കാബേജാണ് എടുത്തിരിക്കുന്നത്. നന്നായി അരിഞ്ഞെടുത്തിട്ട് ഉപ്പ് ചേർത്ത് നന്നായി തിരുമ്മി ഒരു 10 നേരം വെക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലത്തെ വെള്ളം ഊറ്റിക്കളയും. ആ വെള്ളം നമ്മൾ എടുക്കുന്നില്ല, അതിന് ശേഷമാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു സമയം കൊണ്ട് ഒരു അരമുറി നാളികേരമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3-4 അല്ലി കൊച്ചുള്ളിയും 2 പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. പേസ്റ്റ് രൂപത്തിൽ വേണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കാബേജ് 10 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഊറ്റിക്കളയുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഊറ്റിക്കളയാം. അപ്പോൾ നന്നായി ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. അതിന് ശേഷം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കാബേജ് ഇവിടെ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പച്ചമുളകും നാളികേരവും ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിശ്രിതം ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് ചേർക്കാം, ആ ഒരു കളറിന് വേണ്ടി. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കാബേജിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കൈ വിടാതെ ഇളക്കാൻ നോക്കുക. മാക്സിമം എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ചിലർ വേണമെങ്കിൽ കടുക് ചേർക്കുന്നതിൻ്റെ ഒപ്പം ഉഴുന്നും കൂടി ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ അതും കൂടി ചേർത്ത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. എന്നിട്ടിത് നന്നായി ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ച് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തെളിച്ച് നന്നായി ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ നന്നായി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പരിപ്പ്, നന്നായി കുതിർത്ത പരിപ്പ് ഒരു 2 ടീസ്പൂൺ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് കാബേജ് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഓപ്ഷണലാണ്, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ കാബേജ് ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിപ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. താങ്ക് യു ഓൾ. ബൈ.